ഇന്നലെ ശ്രീലങ്കയിൽ നടന്നിട്ടുള്ള ഒരു അറസ്റ്റ് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് 2019 ഈസ്റ്റർ ദിനത്തിൽ മറ്റേ ശ്രീലങ്കയുടെ തലസ്ഥാനമായിട്ടുള്ള കൊളംബോയിൽ വെച്ച് നടന്നിട്ടുള്ള ഒരു 8ഓളം സ്ഥലത്ത് നടന്നിട്ടുള്ളൊരു സ്ഫോടനമാണ്. ഈസ്റ്റർ ദിനമായിരുന്നു. 3 പള്ളികളിൽ ഈസ്റ്റർ പ്രാർത്ഥന നടക്കുന്ന സമയത്താണ് സ്ഫോടനം നടന്നത്. ബാക്കിയുള്ളതല്ലാത്ത സ്ഥലങ്ങളിലുമായിട്ട് ഹോട്ടലുകളിലൊക്കെ ആയിട്ട് സ്ഫോടനം നടന്നു. ആ സ്ഫോടനത്തിൽ 279ഓളം പേര് കൊല്ലപ്പെട്ടു. അതിൽ 11 പേര് ഇന്ത്യക്കാരായിരുന്നു. മലയാളികളുണ്ടെന്ന് പറയുന്നു. 500-ൽ അധികം ആൾക്കാർക്ക് പരിക്ക് പറ്റുകയും ചെയ്യുകയുണ്ടായി. അന്ന് വലിയ വാർത്തയായൊരു കാര്യമാണ്. 2019 അവിടെ പുതിയ തെരഞ്ഞെടുപ്പ് വരാൻ ഉള്ളൊരു സാഹചര്യമാണ്. അപ്പോൾ ആ സമയത്ത് രാജപക്സെ ഭരണം നടക്കുന്നൊരു കാലമാണ്. അപ്പോൾ അന്ന് ആ ഒരു സ്ഫോടനത്തിൻ്റെ ഉത്തരവാദികളായിട്ട് അല്ലെങ്കിൽ ആരോപിക്കപ്പെട്ടത് നാഷണൽ തൗഹീദ് ജമാഅത്ത് എന്ന് പറയുന്ന സംഘടനയാണ്. ഈ സംഘടനയുടെ പേര് പുറത്തു വന്ന സമയത്ത് തന്നെ ഇതിൽ കേരളമൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ആ സ്ഫോടനത്തിൽ മലയാളികളും പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു, കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പേര് വന്നതോട് കൂടിയിട്ട് തന്നെ കേരളത്തിലും അതിൻ്റെ അതുമായിട്ട് ബന്ധമുണ്ടെന്നും സ്വാഭാവികമായിട്ടും കേരളത്തിലെ എവിടെ എന്ത് സ്ഫോടനമോ അല്ലെങ്കിൽ എന്ത് നടന്നാലും കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ മുസ്ലിം സംഘടനകൾക്ക് പങ്കുണ്ട് എന്നുള്ള രീതിയിലുള്ളൊരു ആരോപണം വരിക പതിവാണ്. സ്വാഭാവികമായിട്ടും വന്നും 2019 സ്ഫോടനം നടന്നപ്പോഴും അതിനെതിരെ വലിയ ആരോപണം കേരളത്തിലെ പല സംഘടനകളുടെ പേരിലും അല്ലെങ്കിൽ പല ആൾക്കാർക്ക് പേരിലൊക്കെ വരികയുണ്ടായി. പ്രത്യേകിച്ച് കാസർഗോഡൊക്കെ ഉള്ള, മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ചില അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇവിടെ ആൾക്കാർ വരിക, അങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കണ്ടായി. തമാശ എന്താ വെച്ചാൽ ഇപ്പോൾ അറസ്റ്റ് വന്നിട്ടുള്ളത് അന്നത്തെ ഒരു സൈനിക ഉദ്യോഗസ്ഥനായിട്ടുള്ള സുരേഷ് സല്ലെ എന്ന് പറയുന്ന വ്യക്തിയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല. നമുക്കറിയാം 2023 ഈ വിഷയവുമായി ബന്ധപ്പെട്ടും കൊണ്ട് ബ്രിട്ടനിലെ ഒരു ചാനൽ 4 എന്ന് പറയുന്ന ഒരു ചാനലിൽ ഈ സ്ഫോടനം അന്ന് 2019 പറയപ്പെട്ടതുപോലെ അല്ല, ഇതൊരു തരം സൈനിക ഇടപെടലുകൾ അല്ലെങ്കിൽ രാജപക്സെയുടെ ആണ് എന്നുള്ള നിലയ്ക്കുള്ളൊരു അത് ആസൂത്രിതമായിട്ടുള്ളൊരു കാര്യമാണ്. അത് സൈനികരുടെ ഭാഗത്തുനിന്ന് നടന്നിട്ടുള്ളൊരു സാധനമാണ് എന്നുള്ള നിലയ്ക്ക് 2023 അത് ഒരു ഈ ചാനൽ 4 ചർച്ചയായിട്ട് വരുന്നുണ്ട്. 2024 ഈ അധികാരം മാറുന്നു അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ദിസനായകെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പ്രധാന വാഗ്ദാനം എന്നുള്ളത് ഈ 2019 ഈസ്റ്റർ ദിന സ്ഫോടനത്തിൻ്റെ പുറകിലുള്ളത് ആര് എന്നുള്ളത് വ്യക്തമാക്കും, അല്ലെങ്കിൽ അവരെ യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യും എന്നുള്ളൊരു വാഗ്ദാനം അന്ന് അദ്ദേഹം നൽകിയിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ ആണ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഈ ഒരു അറസ്റ്റ് നടന്നിട്ടുള്ളത്. 2019 തീർച്ചയായിട്ടും ആ സ്ഫോടനം നടത്തിയത് അധികാര തുടർച്ച ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ വലിയ തമാശയുണ്ട്. കാരണം സൈനികരുടെ നേതൃത്വത്തിൽ തന്നെ സ്ഫോടനം നടത്തുകയും അധികാരം തുടരാനുള്ള സാഹചര്യം ഒരുക്കുക. ഇന്ത്യയിൽ ഒക്കെ സൈന്യങ്ങൾ നടത്തുന്നുള്ള പല രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒരു പദ്ധതിയാണ്. അതെ, തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട്, തെരഞ്ഞെടുപ്പ് വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് ദുരന്തങ്ങൾ പ്ലാൻ ചെയ്യുക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീലങ്കയിലാണെങ്കിൽ 2019 രാജപക്സെ സർക്കാർ തെരഞ്ഞെടുപ്പ് നേരിടുന്നൊരു സമയമാണ്. തെരഞ്ഞെടുപ്പ് നേരിടുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്നുള്ളതിന് ഒരു ശക്തനായ ഭരണാധികാരി എല്ലായ്പ്പോഴും എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ശക്തനായ ഭരണാധികാരി ആവശ്യമാണ്. അപ്പോൾ ശക്തനായ ഭരണാധികാരി എപ്പോഴാണ് നമുക്ക് ആവശ്യമാകുന്നത്? സമൂഹത്തിൽ ദുരന്തം ഉണ്ടാകുമ്പോൾ, രാജ്യത്തൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആ ദുരന്തത്തിൽ നിന്ന് മനുഷ്യരെ കരകയറ്റാൻ വേണ്ടി ഇപ്പോൾ മോഡിയൊക്കെ ചെയ്യുന്ന കാര്യം അതാണല്ലോ. അദ്ദേഹം 56-കാരനാണല്ലോ. അപ്പോൾ അതൊക്കെ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിരവധി ഇപ്പോൾ കഴിഞ്ഞ ഓരോ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും സൈനികമായിട്ടുള്ള വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കും. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ളൊരു ശക്തനായ ഭരണാധികാരിയാണ് താനെന്ന് കാണിക്കുന്നതിൻ്റെ ഭാഗമായി. ഇതെല്ലാം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ചെയ്യാറുണ്ട്. അത് തന്നെയാണ് ശ്രീലങ്കയിൽ സംഭവിച്ചത്. 2019 രാജപക്സെക്ക് ഒരു ഭരണ തുടർച്ച ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ തന്നെ ഒരു ഇൻസൈഡർ ജോബ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. സുരേഷ് സാലെ ഒരു ദുരന്തം പ്ലാൻ ചെയ്യുകയും ഒരു ബോംബ് സ്ഫോടനം പ്ലാൻ ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇത്ര ആളുകൾക്ക് 279 നിരപരാധികൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് വലിയൊരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് ശ്രീലങ്കയുടെ ഒരു ആഭ്യന്തരമായ രംഗത്തുണ്ടായ ഒരു കാര്യമാണ്. ധാരാളം ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടു. സ്വാഭാവികമായി സഭയിൽ ഇടപെട്ടിട്ടുണ്ട്. കുറേയും ഭേദപ്പെട്ട രീതിയിലാണ് സഭ ഇടപെട്ടതെന്നാണ് പല റിപ്പോർട്ടുകളിൽ നിന്ന് നമ്മൾ കാണുന്നത്. എങ്കിലും
അതിൻ്റെ അലയൊലികൾ ആഗോളതലത്തിൽ തന്നെ ഉണ്ടായി. അങ്ങനെ ഒരു അലയൊലി കേരളത്തിലുണ്ട്. അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അമ്പിയെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ലോകത്തിൽ എവിടെയൊക്കെ എന്തൊക്കെ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ, ബ്രിട്ടനിൽ ദുരന്തം ഉണ്ടായാൽ, അമേരിക്കയിൽ ദുരന്തം ഉണ്ടായാൽ, ആഫ്രിക്കയിൽ ദുരന്തം ഉണ്ടായാൽ, അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൽ ദുരന്തം ഉണ്ടായാൽ, എവിടെയൊക്കെ ദുരന്തങ്ങളോ സംഭവവികാസങ്ങളോ ഉണ്ടായാലും അതിനൊരു മലയാളി രീതിയിൽ ഒരു ഇന്ത്യൻ രൂപം നൽകിക്കൊണ്ട് ഇസ്ലാമോഫോബിയ വർദ്ധിപ്പിക്കുക എന്നുള്ളത് കുറേ കാലങ്ങളായി നാം കാണുന്ന ഒരു പ്രത്യേകതയാണ്. അത് ഈ പറയുന്ന ഈസ്റ്റർ ദിന സ്ഫോടനത്തിലും നമ്മളത് കാണുകയുണ്ടായി. അതായത് അതിനെ കേരളവുമായി ബന്ധപ്പെടുത്തുക, ഇന്ത്യയായിട്ട് ബന്ധപ്പെടുത്തുക, അതിനെ മലയാളികളായിട്ട് ബന്ധപ്പെടുത്തുക, ഇവിടുത്തെ മുസ്ലിങ്ങളായിട്ട് ബന്ധപ്പെടുത്തുക എന്നുള്ളത്. അപ്പോൾ ശ്രീലങ്കയിൽ അവർ ബന്ധപ്പെടുത്താൻ ശ്രമിച്ചത് ഒരു നാഷണൽ തൗഹീദ് ജമാഅത്ത് എന്ന് അവർ പറഞ്ഞ സംഘടനയാണ്. ദൈവത്തിന് മാത്രമേ ഇങ്ങനത്തെ സംഘടനകൾ ലോകത്തുണ്ടോ എന്നുള്ളത്. അപ്പോൾ അന്ന് ചാനൽ 4 നേരത്തെ അമ്പിയെ സൂചിപ്പിച്ചൊരു കാര്യം അതാണ്. ചാനൽ 4 വന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഈ പറയുന്ന സുരേഷ് സാല് ധാരാളം ആളുകളെ വിലക്കെടുക്കുകയും അവരുടെ നേതൃത്വത്തിൽ, അവരുടെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് അവരുടെ നേതൃത്വത്തിലാണ് ഈ സ്ഫോടനം പ്ലാൻ ചെയ്തതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നൊരു കാര്യം. അതും ഈ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് കേരളത്തിലുണ്ടായ ഒരു ഇതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യുകയാണെങ്കിൽ, എങ്ങനെയാണ് അന്താരാഷ്ട്ര തലത്തിലുണ്ടാകുന്ന കാര്യങ്ങൾ കേരളത്തിൽ ഒരു ഇസ്ലാമോഫോബിയ സൃഷ്ടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ അത് നമുക്ക് ഉപകാരപ്പെടും. അത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, ലോകത്തിൽ എന്ത് നടന്നാലും ഇത്തരത്തിലുള്ള ഇസ്ലാമോഫോബിയ കേരളത്തിൽ ഉണ്ടാവാറുണ്ട്. മലാല ആക്രമിക്കപ്പെടുമ്പോൾ അത് കേരളത്തിൽ അത് ഒരു ഇസ്ലാമോഫോബിയയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടും. കേരളത്തിലുള്ള പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് കൂടുതൽ മുസ്ലിങ്ങളെ ആക്രമിക്കാനുള്ളൊരു ഭാഗമായിട്ട് മാറാറുണ്ട്. ആളുകൾ മലാലയ്ക്ക് വേണ്ടി കവിതകൾ എഴുതും, മലാലയ്ക്ക് വേണ്ടി. പക്ഷേ ഇതൊക്കെ കേരളത്തിൽ മുസ്ലിങ്ങളെ കൂടി പ്രതികൂട്ടിലാക്കിയിട്ട് മാത്രമേ ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു തമാശ. ഇത് നമ്മളുടെ തന്നെ സുഹൃത്തായിട്ടുള്ള വേണ്ടിയാണ്. അപ്പോൾ നമ്മളുടെ സുഹൃത്തും അതുപോലെ തന്നെ ഇസ്ലാമോഫോബിയെ കുറിച്ച് പഠിക്കുന്ന ഡോക്ടർ അഷ്റഫ് ഇതിനെക്കുറിച്ച് പറയുന്നൊരു കാര്യം ഇതോടൊപ്പം സൂചിപ്പിക്കാൻ എനിക്ക് തോന്നുന്നു. ട്രാവലിംഗ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു വാക്ക് അദ്ദേഹം ഡെവലപ്പ് ചെയ്തു, ഒരു ആശയം അദ്ദേഹം ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ട്രാവലിംഗ് ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്ന ഇസ്ലാമോഫോബിയ. ഈ സഞ്ചരിക്കുന്ന ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒരു ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ആക്ട് ഉണ്ടാകുന്നു, ഇസ്ലാമോഫോബിയ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു മുസ്ലിങ്ങൾക്കെതിരെയോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ചെയ്തു എന്നൊക്കെ പറയപ്പെടുന്ന ഒരു കാര്യം ഉണ്ടാകും. ഈ കാര്യം അവിടെ നിന്ന് നേരെ എടുത്തിട്ട് കേരളത്തിൻ്റെ സാഹചര്യങ്ങൾ, കേരളീയ സാഹചര്യങ്ങളിൽ അത് പരിവർത്തിച്ച് ഇവിടെ അത് ആഖ്യാനം ചെയ്യും. അങ്ങനെ കേരളമായിട്ടൊരു ബന്ധമില്ലെങ്കിലും കേരളത്തിലെ മുസ്ലിങ്ങളും കേരളത്തിലെ ഇസ്ലാമും ഒക്കെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലൊരു ആഖ്യാനം സൃഷ്ടിക്കും. അങ്ങനെ അവിടെയുള്ള സംഭവങ്ങളാണ് പ്രാദേശികമായി ആഖ്യാനം ചെയ്യപ്പെടുന്നത്. അതിപ്പോൾ നേരത്തെ പറഞ്ഞ യൂറോപ്പിലൊരു സംഭവം ഉണ്ടായാൽ മതി, അത് കേരളത്തിൽ ആഖ്യാനം ചെയ്യപ്പെടും. ശ്രീലങ്കയിലൊരു സംഭവം ഉണ്ടായാൽ മതി, അത് കേരളത്തിൽ ആഖ്യാനം ചെയ്യപ്പെടും. അതുപോലെ മിഡിൽ ഈസ്റ്റിലൊരു സംഭവം ഉണ്ടായാൽ മതി, അത് കേരളത്തിൽ ആഖ്യാനം ചെയ്യപ്പെടും. അത് അങ്ങനെ അന്താരാഷ്ട്ര തലത്തിലുണ്ടാകുന്ന സംഭവങ്ങൾ പ്രാദേശികമായി ആഖ്യാനം ചെയ്യുന്ന, ഇസ്ലാമോഫോബിക്കായിട്ട് ആഖ്യാനം ചെയ്യുന്ന ഒരു രീതിയെ അദ്ദേഹം വിളിച്ചൊരു പേരാണ് ട്രാവലിംഗ് ഇസ്ലാമോഫോബിയ. അത് അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ സൂപ്പർവൈസറും കൂടിയിട്ടാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. അവരൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. ആ വാക്ക് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ അവരാണ് ഡെവലപ്പ് ചെയ്ത്, ആ ആശയം ഡെവലപ്പ് ചെയ്ത് അവരാണ്. അതാണ് ട്രാവലിംഗ് ഇസ്ലാമോഫോബിയ. അപ്പോൾ വേറൊരുത്തത്തിൽ ഞാനത് സൂചിപ്പിച്ച് മാത്രം. അപ്പോൾ ശ്രീലങ്കയുടെ കാര്യത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ശ്രീലങ്കയിൽ ഒരു ദുരന്തം ഉണ്ടാകുന്നു. അത് ഈസ്റ്റർ ദിനത്തിലാണ് ദുരന്തം ഉണ്ടാകുന്നത്. വളരെ സങ്കടകരമായ ദുരന്തമാണ്. കേരളീയരും അതിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായും കേരളത്തിന് അത് ബന്ധപ്പെടും. കേരളത്തിലെ മുഖ്യമന്ത്രിയിൽ പ്രതികരിച്ചു. അന്ന് 2019 കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലമാണ്. എല്ലാവരും ബിസിയാണ്. അല്ലെങ്കിൽ ചാടി വീഴുമായിരുന്ന VD സതീശൻ മുതലുള്ള കോൺഗ്രസ് നേതാക്കന്മാർ, KT കുഞ്ഞിക്കണ്ണൻ പോലെയുള്ള ബുദ്ധിജീവികൾ, പിണറായി വിജയനെ പോലെയുള്ള നേതാക്കന്മാർ, CPM നേതാക്കന്മാർ, കോൺഗ്രസ് നേതാക്കന്മാർ എന്നു വേണ്ട തങ്ങളുടെ ധാർമ്മികത പ്രകടിപ്പിക്കാറുള്ള എല്ലാ നേതാക്കന്മാരും ചാടി വീഴാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു സംഗതിയായിരുന്നു. M സ്വരാജ് പോലെ ആളുകളൊക്കെ ചാടി വീഴാൻ സാധ്യതയുണ്ടായിരുന്ന കാര്യമായിരുന്നു. നിർഭാഗ്യവശാൽ തെരഞ്ഞെടുപ്പായിപ്പോയി. അതുകൊണ്ട് അവർക്ക് കൂടുതൽ പറയാൻ കഴിഞ്ഞില്ല. ഇന്ന് ഞാൻ പരിശോധിച്ച് നോക്കി ആരൊക്കെ അന്ന് സംസാരിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ എല്ലാവരും തെരഞ്ഞെടുപ്പ് തിരക്കിലായിരുന്നു. അവർ ശ്രീലങ്കയിൽ സംസാരിക്കാൻ നേരം കിട്ടിയില്ല. അതുകൊണ്ടാണ് സംസാരിക്കുക. പിണറായി വിജയൻ അതിൽ ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഏതാണ്, ഏപ്രിൽ 21 സംഭവം നടക്കുന്നത്. ഏപ്രിൽ 21 പിണറായി വിജയൻ ഒരു പ്രസ്താവന ഫേസ്ബുക്കിൽ കൊടുത്തു. കാരണം അന്ന് അതിൻ്റെ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അന്ന് തന്നെ മലയാളിയായിട്ടുള്ള കാസർഗോഡ് സ്വദേശി ആയിട്ടുള്ള റസീന കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ റസീനയുടെ കുടുംബത്തിന് മൃതദേഹം എത്തിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് അതുകൂടെ പരാമർശിച്ചുകൊണ്ടൊരു കുറിപ്പ് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ആ കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്,
ഈ ഭീകരകൃത്യത്തെയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വർഗീയ തീവ്രവാദ താല്പര്യങ്ങളെയും അപലപിക്കുന്നു എന്നൊരു വാചകം കൂടി അദ്ദേഹം അതിലെഴുതി ചേർത്തു. അപ്പോൾ അന്ന് നേരത്തെ അമ്പിയെ സൂചിപ്പിച്ചു, നാഷണൽ തൗഹീദ് ജമാഅത്ത് എന്ന് പറയുന്ന ഏതോ ഒരു സംഘടനയാണ് ഇതിന്റെ പിന്നിൽ, ഏതോ മുസ്ലിം സംഘടനയാണ് പിന്നിൽ എന്ന് പറയുന്ന ആഗോളതലത്തിൽ തന്നെ പ്രചാരങ്ങളുണ്ട്. അപ്പോൾ അത് ഉടനടി മൂപ്പര് പിണറായി വിജയൻ ചോദിച്ചാല് അത് അതേപടി തന്നെ ഇവിടെ അതെടുത്ത് പ്രയോഗിച്ചു, ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രയോഗിച്ചു. ഇന്നലെയാണ് ഈ സംഭവം തെറ്റാണെന്ന് പറഞ്ഞിട്ടും സുരേഷ് സല്ലേ എന്ന് പറയുന്ന ഭരണകൂടത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരാൾ ചെയ്തൊരു കാര്യമാണെന്ന് പറഞ്ഞത്. പിണറായി വിജയൻ വീണ ജോർജിനെ തല്ലിയിട്ട കാര്യത്തിലും വളരെ ധൃതിപ്പെട്ടിരിക്കുന്ന സമയമായതുകൊണ്ടായിരിക്കാം അദ്ദേഹം താൻ അന്ന് ചെയ്ത കാര്യത്തിൽ ഒരു ചെറിയ തിരുത്തുണ്ടെന്ന് വരുത്താനുള്ള ഒരു ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്ക് ഉണ്ട്. പക്ഷെ മുഖ്യമന്ത്രി ഇതുവരെ ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് ആ മുഖ്യമന്ത്രിക്ക് ഉണ്ടെന്ന് ഞാൻ പറയാൻ കാരണം, ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ താഴെ കമൻറ്റുകൾ, നൂറുകണക്കിന് കമൻറ്റുകളുണ്ട്. ഈ കമൻറ്റുകൾ വായിച്ചാൽ എങ്ങനെയാണ് ഈ സംഭവം ഉപയോഗപ്പെടുത്തിയിട്ട് പിണറായി വിജയൻ മുസ്ലിങ്ങൾക്ക് നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ആ സാഹചര്യം മുസ്ലിങ്ങളെ കൂടി ഉദ്ദേശിക്കുന്നുണ്ട് നാട്ടുകാർക്കൊക്കെ അറിയാവുന്നതുകൊണ്ട് അതിൻ്റെ താഴെ ധാരാളം ഹിന്ദുത്വരും ക്രിസംഖികളായി എന്ന് നാം ഇപ്പോൾ വിളിക്കുന്ന ആളുകളൊക്കെ, ചെങ്കാവികളൊക്കെ പറയുന്ന ആളുകളൊക്കെ അതിൽ കമൻറ്റുകൾ പറയുന്നത്, ചില കമൻറ്റുകൾ ഞാൻ വായിക്കാം. അത് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് വായിക്കുന്നത്. ശരിക്കും ആ തീവ്രവാദികൾ ഉന്നം വെച്ച് ഇന്ത്യയാണ്. അതായത് ഇവരൊക്കെ പറയുന്നത് ശ്രീലങ്ക ഇന്ത്യയുടെ ഒരു പാർട്ടാണ്. അപ്പോൾ ഇന്ത്യയാണ് അവരൊക്കെ യഥാർത്ഥത്തിൽ ഉന്നം വെച്ചത്. അപ്പോൾ പക്ഷേ ഇന്ത്യയിൽ വളരെ വലിയ ഒരു സർക്കാർ സുരക്ഷ നൽകുന്ന മോദി സർക്കാർ നിലവിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് പേടിച്ചിട്ട് അവർ ശ്രീലങ്കയിൽ പോയി പൊട്ടിച്ചെന്നാണ് ഒരാൾ പറഞ്ഞത്. മറ്റൊരാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാമിക് തീവ്രവാദികളുടെ ഇത്തരം നരഹത്യയെ അപലപിക്കുകയല്ല വേണ്ടത്, അവരെ ചെല്ലും കൊടുത്ത് ഊട്ടി വളർത്തുന്നവർക്കെതിരെ ലോക ജനത ഉണരണം, അവരെ ഒറ്റപ്പെടുത്തണം. ഇതാണ് അടുത്ത കമൻറ്റ്. മറ്റൊന്ന്, നമ്മളെ അടുത്തെത്തിയിട്ടുണ്ട് ഈ ഭീകരവാദികൾ. ഇനി ഖുറാനിൽ എന്തെങ്കിലും തരത്തിലുള്ള ഹിംസയെ ന്യായീകരിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനടി അത് തിരുത്തണമെന്നാണ് മറ്റൊരാളുടെ ഉപദേശം നൽകിയത് വിഷ്ണു എന്ന് പറയുന്ന ഒരാളാണ് ഖുറാൻ തിരുത്താനായിട്ട് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തീവ്രവാദികളെ പിടിച്ചിട്ടുള്ള സ്ഥലം, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ തീവ്രവാദികളെ പിടിച്ചിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞിട്ട് ആണ് മറ്റൊരാളുടെ കമൻറ്റ്. ഇങ്ങനെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളമാണ് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്, ഇന്ത്യയാണ് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ മുസ്ലിം തീവ്രവാദികളും മുസ്ലിം ഭീകരവാദികളും ഒക്കെ ഇതിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്ന ഒരു നരേഷൻ ഈ പോസ്റ്റിൻ്റെ താഴെ സൃഷ്ടിക്കപ്പെട്ടു. എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ പോസ്റ്റ് ഇതിന് കാരണമായി മാറുകയാണ് ചെയ്തത്. മുഖ്യമന്ത്രി കയ്യിൽ പ്രത്യേകിച്ചും ചെയ്യാനില്ല. കാരണം വെച്ചാൽ, പക്ഷേ ഈ ആളുകളൊക്കെ ഇത്തരം വാർത്തകൾ വരുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മനസാക്ഷിയുടെ മുന്നിൽ നാം വ്യക്തമായി പറയേണ്ട ഒരു കാര്യമുണ്ട്. ലോകത്ത് നടക്കുന്ന പല സംഭവങ്ങളും വ്യാജമായ ആസൂത്രണം ചെയ്യപ്പെടുന്നതാണ്. സാമ്രാജ്യത്വ ശക്തികൾ നാളേക്ക് 40 വട്ടം സാമ്രാജ്യത്വത്തിന് കുറ്റം പറയുന്ന ആളുകളാണ് അവർ. ഇവർക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്, പല ഇൻസിഡൻറ്റുകളും പല ദുരന്തങ്ങളും പല സ്ഫോടനങ്ങളും സാമ്രാജ്യത്വങ്ങൾ തന്നെ രൂപപ്പെടുത്തുന്നതാണ്. അതിന് പിന്നിൽ പലതരത്തിലുള്ള ഇസ്ലാമോഫോബിക് എലമെൻറ്റുകളുണ്ട്. ഇതൊന്നും പരിഗണിക്കാതെ ഒരു കമൻ്റ് ഇടുകയും ഇതൊന്നും പരിഗണിക്കാതെ പോസ്റ്റുകൾ സാമൂഹ്യ മാധ്യമങ്ങൾ പങ്കുവെക്കുകയും ഇതിന് താഴെ ഇതൊക്കെ നടക്കുമ്പോൾ ഇതിനെതിരെ ഒരു ജാഗ്രതയും പാലിക്കാതിരിക്കുക. മുഖ്യമന്ത്രിയുടെ പോസ്റ്റിന് കീഴിലാണ് ഇതൊക്കെ നടന്നത്. ഇതാണ് അന്ന് നടന്ന ഒരു അല്ല. ഇതിപ്പോൾ ഇന്ത്യയിൽ നമുക്കറിയാലോ, നിരവധി സ്ഫോടനങ്ങളൊക്കെ ആസൂത്രണം ചെയ്തിട്ടുള്ളത് സൈനികരും അതുപോലത്തെ സംഘികളും കൂടി ആസൂത്രണം ചെയ്തിട്ടുള്ള എല്ലാ സ്ഫോടനങ്ങളും മുസ്ലിങ്ങളുടെ പേരിൽ ആരോപിക്കുകയും പലരെയും ശിക്ഷിക്കുകയും പലരും ജയിലിൽ കിടക്കുകയൊക്കെ ചെയ്യുന്നൊരു സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരു പലരും അതിൻ്റെയൊക്കെ വേരുകൾ കേരളത്തിലുണ്ട്. അതുകൊണ്ട് കുറേ മലയാളികൾ, നിരപരാധികളായിട്ട് ഒരുപാട് മലയാളികൾ ഇപ്പോഴും ജയിലിൽ കിടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു സാഹചര്യമാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ വാർത്ത ഇപ്പോൾ ഈ അറസ്റ്റിൻ്റെ സുരേഷ് സാലയുടെ അറസ്റ്റ് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി അറിയാതിരിക്കാൻ സാധ്യതയില്ല. എന്തായാലും മുഖ്യമന്ത്രി ആരെങ്കിലും ഒന്ന് അറിയിക്കേണ്ടതാണ്. കാരണം ഇതൊന്ന് തിരുത്തേണ്ടതാണ്. കാരണം ഇത്ര വലിയ ഈ എന്താ പറയുക, വംശീയ വിദ്വേഷത്തിന് അദ്ദേഹത്തിന്റെ പോസ്റ്റ് കാരണമായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിന് നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ വ്യക്തമായി പറയേണ്ടതുണ്ട്. ഈ വി.ഡി. സതീശിനെ പോലുള്ള ആളുകൾക്ക് നേരം കിട്ടാത്തതുകൊണ്ടാണ് ഈ പോസ്റ്റ് ഇടാഞ്ഞത്. ഇല്ലെങ്കിൽ മൂപ്പര് തെരഞ്ഞെടുപ്പ് തിരക്കാണ്. അപ്പോൾ ഇത് ആരും ഒഴിവാക്കുന്ന ഒരു കാര്യമില്ല. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും ചെയ്യുന്ന ഒരു കാര്യം. മുസ്ലിങ്ങളുടെ വിരലിലേക്ക് കയറാൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും ഉപയോഗിക്കാറുണ്ട്. ഇത് ഭരണാധികാരികളുടെയും രാഷ്ട്രീയക്കാരുടെയും കാര്യം. ഇനി മാധ്യമങ്ങളോ,
നമ്മൾ ആ സമയത്ത് പുറത്തിറങ്ങിയ മാധ്യമങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാ ആളുകളും ഒരു സത്യം റിപ്പോർട്ട് ചെയ്യുന്നത് പോലെയാണ്, ശ്രീലങ്കയിൽ നിന്ന് സത്യം റിപ്പോർട്ട് ചെയ്യുന്ന പോലെയാണ് പലരും റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ ന്യൂസ് 8ൻ്റെ ഒരു റിപ്പോർട്ട് ശ്രദ്ധേയമായിട്ട് റിപ്പോർട്ടാണ്. ഭയങ്കര നമുക്കൊരു ഇപ്പം നമ്മൾ കേൾക്കുമ്പോൾ നമുക്കതിലൊരു വിഷമം തോന്നുന്നത്. കാരണം വെച്ചാൽ അതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ആ സമയത്ത് അവിടെയുള്ളൊരു മഹേഷ് സേനനായക എന്ന് പറയുന്ന ഒരു സൈനിക മേധാവിയെ അവിടെ പോയി അദ്ദേഹം അതിൻ്റെ റിപ്പോർട്ട് പ്രദീപ് പിള്ള കാണുകയും അഭിമുഖം നടത്തുകയും ചെയ്യും. ഈ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്, ഈ പറയുന്ന ഈ സൈനികനെയാണ് ഇപ്പോൾ ഒരു സൈനിക മേധാവി, ഇന്റലിജൻസ് മേധാവിയാണ് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സൈനികൻ പറയാന്ന് വെച്ചാൽ മുഹമ്മദ് സുഹ്റാൻ എന്ന് പറയുന്ന ഒരാളാണ് ഇതിന് പിന്നിലെന്നും ഇയാൾ കുറേ കാലങ്ങളായിട്ട് കേരളത്തിലും ബാംഗ്ലൂരിലും ജമ്മു കാശ്മീരിലും ഡൽഹിയിലും ഒക്കെ ആയി കറങ്ങി നടക്കുന്നുണ്ടെന്നും എന്തിനാണ് അദ്ദേഹം ഇങ്ങോട്ട് വന്നതെന്ന് എനിക്കറിയില്ല തുടങ്ങി കുറേ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കേരള കണക്ഷൻ ഉണ്ട് എന്നാണ് ഈ മഹേഷ് സേനനായക പറയുന്നത്. അതിനൊരു സാഹചര്യം കൂടി ഈ സമയത്തുണ്ടായി. ഈ സമയത്ത് ISOI ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് കാസർഗോഡ് നിന്ന് ഒരാളെ പിടിക്കുന്ന ഒരു സന്ദർഭം കൂടിയായിരുന്നത്. അപ്പോൾ IS ആയിട്ടുള്ള ബന്ധം, അപ്പോൾ ഈ കേരളത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ IS ഇവിടെ അടുത്ത് വരാൻ പോകുന്ന ഏപ്രിൽ മാസമാണ് നടക്കുന്നത്. പുതുവത്സരത്തിൽ നടക്കാനിരുന്ന സ്ഫോടനം കഴിഞ്ഞുപോയ പുതുവത്സരമായിരുന്നോ 2019 ജനുവരി 1 കുറിച്ചാണ് സംസാരിക്കുന്നത്, 2020 ജനുവരിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്, നമുക്കറിയില്ല. പുതുവത്സരത്തിൽ നടക്കാനിരുന്ന സ്ഫോടനത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് ന്യൂസ് 18. എന്നിട്ട് ISന്റെ ബന്ധങ്ങൾ, കേരളത്തിലെ വിവിധ സംഘടനകളായിട്ടുള്ള ഇവർക്കുള്ള ബന്ധങ്ങൾ, കേരളം ഒരു ഭീകരവാദികളുടെ നാടായി മാറുകയാണെന്നുള്ള കാര്യങ്ങൾ, ഈ സൈനികനെ കോട്ട് ചെയ്തുകൊണ്ടുള്ള വാർത്ത, അങ്ങനെ ജഗപൊകയാണ് ഈ റിപ്പോർട്ട്. അപ്പോൾ അത് ഇന്നത്തെ, അതായത് ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്ത ന്യൂസ് 18 മലയാളത്തിൻ്റെ ഇപ്പോഴത്തെ റിപ്പോർട്ട് ഒന്ന് പരിശോധിച്ച് നോക്കി. ഇപ്പോഴത്തെ റിപ്പോർട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ തങ്ങൾ ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള ബന്ധങ്ങളെക്കുറിച്ചോ ഇതിൽ തങ്ങൾ എടുത്തിട്ടുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു റിപ്പോർട്ട് നമുക്ക് കാണാൻ കഴിയില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിപ്പോർട്ട് ഉണ്ടാകുന്നു, തങ്ങളുടെ വായിൽ വരുന്ന എല്ലാ കാര്യങ്ങളും കൊണ്ട് ജനങ്ങൾക്കുള്ളിലേക്ക് കുടഞ്ഞിടുന്നു. അതിന് തെളിവുകൾ ആവശ്യമില്ല. കേരളത്തിലെയും ഇന്ത്യയിലെയും മാധ്യമ പ്രവർത്തനത്തിൻ്റെ മുഖ്യ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു കാര്യം പറയാനായിട്ട് തെളിവുകൾ ആവശ്യമില്ല. അവർക്ക് എവിടുന്നെങ്കിലും ലഭിക്കുന്ന ഒരു കാര്യം വെച്ച് എന്തു വേണമെങ്കിലും പറയാം, ആർക്കെതിരെ വേണമെങ്കിലും പറയാം. അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങളെ വലിയ കാര്യങ്ങളായി അവതരിപ്പിക്കുക. അതായത് ബീഡി വലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബീഡി വലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഡി വലിക്കൽ മാത്രമാണ്. ഈ ബീഡി വലിക്കുന്ന ഒരാൾക്ക് വലിച്ചു നീട്ടി വേണമെങ്കിൽ രാജ്യദ്രോഹ പ്രവർത്തനം ആക്കാം. കാരണം ബീഡി വലിക്കുക എന്ന് പറഞ്ഞാൽ ആളുകളുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. ആളുകളുടെ ആരോഗ്യത്തിന് ഹാനികരാകുന്ന പറഞ്ഞാൽ അവർക്ക് ഒരുപക്ഷെ ക്യാൻസർ തന്നെ വരാം, അങ്ങനെ ഒരു മരിച്ചു പോകാം. അപ്പോൾ ഒരാൾ കൊലപാതകത്തിന് ഉത്തരവാദിയാവാം. അങ്ങനെ ഒരാൾ കൊല്ലപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാജ്യത്തിന് എതിരാണ്. അങ്ങനെ ബീഡി വലിക്കുക എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹമായിട്ട് പറയാം. ഒരാളെ സൈക്കിൾ ഇടിച്ചാലും നമുക്ക് രാജ്യദ്രോഹത്തിന്റെ പരിധിയിൽപ്പെടുത്താം, എന്നെ വേണമെങ്കിൽ അന്വേഷിക്കാം. ഇങ്ങനെ മാധ്യമപ്രവർത്തകർ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വലിച്ചു നീട്ടി വലിയ വലിയ കാര്യങ്ങളാക്കി മാറ്റി. അപ്പോൾ നമുക്ക് മോദി വേണമെങ്കിൽ ഇവിടുത്തെ ഒരു ചെറിയൊരാളെ മോദിയുടെ ഏജന്റാക്കി മാറ്റാം. ഇങ്ങനെയൊക്കെ മാധ്യമപ്രവർത്തകർക്ക് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വലിച്ചു നീട്ടി അവർക്ക് ഇഷ്ടമുള്ള ആഖ്യാനങ്ങൾ നൽകുക എന്നുള്ളത് നമ്മുടെ ഒരു രീതിയാണ്. പ്രത്യേകിച്ച് മുസ്ലിങ്ങളാകുമ്പോൾ അവർക്കൊരു പ്രത്യേക ഉത്സാഹമാണ്. അങ്ങനത്തെ ധാരാളം സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ളത്. ഇവിടെ ഇന്നും സംഭവിച്ചിട്ടുള്ളതാണ് ശ്രീലങ്കയിൽ നടന്നിട്ടുള്ള ഒരു സ്ഫോടനത്തെ കേരളത്തിലെ മുസ്ലിങ്ങളെയും ഇന്ത്യൻ മുസ്ലിങ്ങളെയും ഉൾപ്പെടുത്തുകയും ഇന്ത്യൻ മുസ്ലിങ്ങളുടെ വിവിധ സംഘടനകളെ അതൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു ആഖ്യാനം സൃഷ്ടിക്കുകയും ഈ ആഖ്യാനമൊക്കെ സൃഷ്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നിശബ്ദതയാണ്, വളരെ വലിയ നിശബ്ദതയാണ്. അതിനെക്കുറിച്ച് തങ്ങളതിൽ വഹിച്ച പങ്കിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാതെ, ഒരക്ഷരം സംസാരിക്കാതെ, ഒരു വിശദീകരണം പോലും നൽകാതെ ആണ് ഇരിക്കുന്നത്. എന്താണ് അംബിക ഇതിനെക്കുറിച്ച്? അല്ല, തീർച്ചയായിട്ടും ഇത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത്തരം പലപ്പോഴും വാർത്തകൾ നിർമ്മിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അത് എത്രമാത്രം ഇസ്ലാമോഫോബിക് ആക്കാൻ പറ്റുമോ അത് ഉത്സാഹത്തോടു കൂടി അത് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ യഥാർത്ഥ വാർത്തകൾ വന്നു, പക്ഷെ അതൊന്നും മാധ്യമങ്ങൾക്ക് അന്ന് ആഘോഷിച്ച പോലെ അതിനെ ആഘോഷിക്കുന്നില്ല. അല്ലെങ്കിൽ കാരണം അവർ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അത് തിരുത്തേണ്ടുന്നൊരു സമയമാണ്. ആ രീതിയിൽ അതിനെ തിരുത്തുന്നില്ല. കാരണം രാജപക്സയുടെ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവരെന്നെ ചെയ്തു. മാത്രമല്ല, ഈ സ്ഫോടനത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ആൾ പിന്നീട് അവിടുത്തെ ഇൻ്റലിജൻസ് മേധാവിയാവുന്നു. ഇത്രകാലമല്ല 2024 വരെ അയാൾ സുഖമായിട്ട് ആ സ്ഥാനത്ത് തന്നെ തുടരുന്നു.
പിന്നീട് ഇപ്പോഴാണല്ലോ അയാൾ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അത് പിടിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഇന്നലെയാണ് ഇതിന്റെ വാർത്ത വരുന്നത്. അപ്പൊ ഇത്രയും കാലം ഈ വലിയ അയാൾ നിലനിന്ന് പോന്നിട്ടുള്ളൊരു അവസ്ഥയുണ്ട്. പക്ഷെ അതൊന്നും വിഷയമായിരുന്നില്ല. ഇവിടുത്തെ കുറെ മനുഷ്യരെ അല്ലെങ്കിൽ കുറെ എവിടെയോ നടന്നൊരു സംഭവം അല്ലേ, എവിടെയോ നടന്നൊരു സംഭവം കേരളത്തിലെ ആളുകൾ കൂടി കുറ്റവാളികളാക്കപ്പെടുന്ന രീതിയിലേക്ക് അവർ വികസിപ്പിച്ചു, എന്നിട്ട് നിശബ്ദത പാലിച്ചു. ഇത് എനിക്ക് തോന്നുന്നു നമ്മൾക്ക് കൂടിയൊരു സൂചനയാണ്. കേരളം ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല സ്ഫോടനങ്ങളും, ഇന്ന് ഇന്ത്യയിൽ എത്രയോ കാലങ്ങളായി സ്ഫോടനങ്ങൾ നടക്കുന്നുണ്ട്, പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനൊക്കെ മുസ്ലിങ്ങളെ തലയിലിടുക എന്ന് പറയുന്നത് അല്ല, ശരിക്കും ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് മലയാളികൾ ജയിലിൽ കിടക്കുന്നുണ്ട്. പല സ്ഫോടന കേസുകളുടെയൊക്കെ പ്രതികളാക്കി ജീവപര്യന്തവും അല്ലേ, വളരെ സങ്കടകരമായിട്ടുള്ള ഒരുപാട് പേര് ജയിലിൽ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവർക്ക് ഒരു യാതൊരു വിധത്തിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല, പെട്ടെന്ന് ആരോപിക്കപ്പെടുകയാണ്. എത്ര ആളുകൾ വെറും ആരോപണങ്ങളുടെ മുകളിലാണ് ഒരുപാട് പേര് ജയിലിൽ കിടക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഒറ്റ ഇത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് നടക്കുന്നത്, എന്താണ് റിയാലിറ്റി. അതാണ് നമ്മളെ സംബന്ധിച്ചോളം പ്രധാനം എന്താ വെച്ചാൽ, ശ്രീലങ്കയിൽ നടന്ന അതേ കാര്യമാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേ കാര്യമാണ്, അതിൻ്റെ ഭാഗമായിട്ടാണ് നിരവധി മുസ്ലിങ്ങൾ ജയിലിലാക്കപ്പെട്ടിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ, ഇന്ത്യൻ മാധ്യമങ്ങൾ വലിയ തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഉറപ്പിച്ച് പറയാനും പറ്റും. ഇപ്പോൾ പഹൽഗാമിൻ്റെ സാഹചര്യം, പഹൽഗാം നടന്ന സമയത്തായതുകൊണ്ട് അങ്ങനെ ഉണ്ടല്ലോ, ഒരു സന്ദർഭമാണ്. ഇപ്പം നമ്മുടെ അഷ്റഫ് കൊല്ലപ്പെട്ട സാഹചര്യത്തിലേ അഷ്റഫിൻ്റെ ജബ്ബാർ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ആൾക്കൂട്ടാക്രമണത്തിൽ കൊല്ലപ്പെട്ട, അതെ, മംഗലാപുരത്ത് വെച്ചിട്ട് ആൾക്കൂട്ടാക്രമണത്തിൽ കൊല്ലപ്പെട്ട അഷ്റഫിന്റെ ബ്രദർ ജബ്ബാർ എപ്പോഴും പറയാറുണ്ട്, അത് പഹൽഗാം ഇഷ്യൂവിന്റെ തുടർച്ചയായിട്ടാണ് അഷ്റഫ് കൊല്ലപ്പെട്ടതെന്ന്. കാരണം അതിന്റെ തുടർച്ചയാണ്, ആ ഒരു ഹരത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ് വളരെ നിസ്സഹായനായിട്ടൊരു മനുഷ്യനെ എന്തായാലും ഇഞ്ചിഞ്ചായി കൊല്ലുന്നത്. നമുക്കും ഒരു പാടാണ്. ശ്രീലങ്കയ്ക്ക് മാത്രമല്ല പാഠം, നമുക്കും പാടാണ്, രണ്ടു തരത്തിൽ പാടാണ്. ഇന്ത്യയിൽ നടക്കുന്ന പല സ്ഫോടനങ്ങൾക്ക് പിന്നിലും ഇതുപോലെയുള്ള ഇൻസൈഡർ ജോബുകളാണ് പലത് എന്ന് പറയുന്നതിന് തെളിവുകൾ പോലും പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ സർക്കാരുകൾ അതൊന്നും പറയാൻ തയ്യാറില്ല, ഒന്നാമത്തെ കാര്യം. രണ്ട്, എവിടെയെങ്കിലും ഒരു സ്ഫോടനം നടന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ കേരളത്തിൽ മുസ്ലിങ്ങളെയും തലയിലേക്ക് ഇടുന്ന മാധ്യമങ്ങളുടെയും ഭരണാധികാരികൾക്കും. അല്ല, അതിപ്പോൾ നമുക്കറിയാലോ, എറണാകുളത്ത് നടന്നിട്ടുള്ള പിന്നെ 8 ആള് അതും കൂടിയും അത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അത് നടന്ന ഉടനെ ഇസ്ലാം തീവ്രവാദികൾ എന്നാണ് അതിന്റെ പുറകിൽ ഇസ്ലാം തീവ്രവാദികൾ എന്നാണ് മാധ്യമങ്ങൾ വെച്ച് ഒരു തെളിവും കിട്ടുന്നതിന്റെ മുമ്പാണ്. നമുക്കറിയാം, വളരെ എന്താ പറയുക, ഒരൊറ്റ മനുഷ്യന്റെ മാത്രം ഉള്ളിൽ തോന്നിയിട്ടുള്ള ഒരു ഒരു വൈകൃതമായിരുന്നു അത്. പക്ഷെ അതിന് എത്രമാത്രം ഇവിടുത്തെ എത്ര പേര് ചോദ്യം ചെയ്യപ്പെട്ടു, എത്ര പേരെ രാത്രി ദിവസങ്ങളോളം ദ്രോഹിച്ചു. പക്ഷെ വാസ്തവം പുറത്തു വന്നപ്പോൾ ഒന്നുമില്ല. പിന്നെ അപ്പോൾ എല്ലാവരും സൈലൻ്റായി, മാധ്യമങ്ങൾ സൈലൻ്റായി. മാധ്യമങ്ങളായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ രീതിയിൽ അതിൻ്റെ വലിയ പ്രചാരണം അതിനെതിരെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു സന്ദർഭം അതിനുള്ളൊരു അവസരമായിട്ട് മാധ്യമങ്ങൾ കണ്ടാൽ നന്ന്, അധികാരികൾ കണ്ടാൽ നന്ന്, അത്രേ പറയാനുള്ളൂ.